ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ വേറൊരു കിഡിലിൻ്റെ സ്റ്റേയിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ ഇനി 2 ദിവസവും കൂടി ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ അതേ ചേച്ചിയാണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ വഴിയേ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മളൊരു ഫ്രൂട്ട്സ് കടയിൽ കയറി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണം. നമ്മളിവിടെ വന്നിട്ട് ആപ്പിളൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണം. നല്ല രസമായിട്ടാ. നമുക്ക് ഒരിത് കണ്ടോ, ഓരോ ആപ്പിളുകൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് അത് കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി ഭയങ്കര രസമായിട്ടാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല നീറ്റുമാണ് സ്ഥലമൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. എന്ത് പറ്റിയതാ കളിയാ? എന്ത് പറ്റിയതാ? പാവടാ ഞൊണ്ടി അടക്കണണ്ടാ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ പണി. അപ്പൊ നമുക്ക് കിട്ടിയ പണിയൊക്കെ എന്താന്ന് കണ്ടല്ലോ. അപ്പൊ ചേട്ടാ ഇന്നലെ ഞങ്ങള് മറ്റേ ഇതിന് പോയി, ഷിക്കാരി റൈഡിന് പോയി. അതായത് നമ്മളവിടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു പിള്ളേർക്ക് തണുപ്പിന്റെ ഇതാക്കാൻ വേണ്ടിയിട്ട്, സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് പോകാൻ വേണ്ടി ഓട്ടോയിലേക്ക് കയറുകയാണ് നോയിക്കുട്ടനെ അടുത്ത്. അവിടെ നിന്ന് ഇങ്ങനെ കാല് സ്ലിപ്പായി. അവർ പ്രത്യേക രീതിയിൽ ഒരു വെള്ളം പോകാൻ വേണ്ടി ഒരു സാധനം ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണില്ല. അപ്പൊ അതിങ്ങനെ രണ്ടത്തേക്ക് കാല് പോയി. അപ്പൊ കാലിന്റെ ലിഗമെന്റ് തെറ്റിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോക്ക്, അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ ടപ്പേന്നും പറഞ്ഞ തീർന്നത്. ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി ആകെ ടെൻഷനായി പോയി. എന്ത് ചെയ്യും എന്നുള്ള രീതിയിലായി എല്ലാവരും. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ടെൻഷനായി പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ വീണതല്ലേ. അപ്പൊ പെട്ടെന്ന് ഇടയ്ക്ക് ചെറിയൊരു തലകറക്കമൊക്കെ വന്ന് കണ്ണൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് തലയിറങ്ങി പോയി. അയ്യോ കിളി പോയി. അപ്പൊ തന്നെ ഓടിപ്പോയി വെള്ളമൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ അവിടെ ആ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ ഞാൻ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിയിൽ നിന്ന് പിന്നെ തിരിച്ചു നേരെ റൂമിലെത്തി ഫുഡൊക്കെ പോയി വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. മറ്റേ ഒരു ബാൻഡേഡ് പോലെ സാധനം അത് കിട്ടിയിട്ട് നടക്കുന്നത്. ഇപ്പൊ ചേച്ചി വണ്ടി ഓടിക്കുന്നത് ഭാഗ്യത്തിന് ചേച്ചി വണ്ടി രക്ഷപ്പെട്ടു. ഇല്ല പെട്ടു നമ്മൾ. അല്ലെങ്കിൽ വെള്ളമൊന്നുമില്ല. ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. അളിയനെടുത്തും ഞാൻ ആ വണ്ടി എടുക്കും. നമ്മളെന്തായാലും മുന്നോട്ട് തന്നെ നമ്മള്. അപ്പൊ നമ്മളെന്തായാലും നമുക്ക് നിറച്ച ആപ്പിൾ തോട്ടം ഉണ്ടാവും. ഒരു സ്ഥലത്ത് നമുക്ക് കയറണം. അപ്പൊ ഞങ്ങളിപ്പോ ഒരു സ്റ്റേയിലേക്ക് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു സ്ഥലത്ത് നമുക്ക് 2 ദിവസത്തേക്ക് 2300 എല്ലാവർക്കും കൂടെ 2 ദിവസത്തേക്ക് ഒരു വീട് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അലക്കിയിടുകയും ചെയ്യാം, ചേട്ടക്ക് റെസ്റ്റ് എടുക്കാം, നമുക്ക് കുക്കിംഗ് ചെയ്യാം. എല്ലാം വിചാരിച്ചുകൊണ്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാണ്ട് പിള്ളേർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. രാത്രി നല്ല തണുപ്പുണ്ട്, വെളുപ്പിന് നല്ല തണുപ്പാ. അപ്പം പിള്ളേർക്ക് അങ്ങനെ ജാക്കറ്റ് തണുപ്പിനുണ്ടാകാനുള്ള ഒന്നുമില്ല. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ നമ്മുടെ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഇവിടെ നിന്ന് ലേ കയറി ലഡാക്ക് വഴി മറ്റേ നമുക്ക് മണാലിയൊക്കെ പിടിച്ചങ്ങാട് പോകാനുള്ളത്. ഞങ്ങൾ ഇന്നലെ അതിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്നായിരുന്നു, ഇങ്ങനെ പോകും. പക്ഷെ ഞങ്ങള് സെറ്റാണ്, കുഴപ്പമില്ല. നമ്മളെ ചേച്ചി സെറ്റായിട്ട് ഓടിച്ചോളും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ലൊക്കേഷൻ കേട്ടാ. നമ്മൾ 2 ദിവസം താമസിക്കാൻ പോകുന്നത് ഈ വീട്ടിലാണ്. ഇത് ശരിക്കും ഒരു ഹോം സ്റ്റേ ആണ്. നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കാനും അപ്പുറ സൈഡിലോട്ട് കുറച്ച് ഇരിക്കാനും ഒക്കെ സ്ഥലമൊക്കെ ഉണ്ട്. നല്ല രസമാണ്. നമ്മൾ 2 വണ്ടിയും കൂടെ കയറ്റിയിട്ടുണ്ട്. ഞങ്ങൾ നല്ല പണികളിലായിരുന്നു. നമ്മുടെ വണ്ടിയിലുണ്ടായ എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റി വണ്ടി സർവീസിന് കൊടുക്കാനുള്ള രീതിയിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ആൾക്കാരായിട്ട് ഇവിടെ വീട് പോലെ തന്നെ കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കണ്ട ബെഡ്ഷീറ്റ് അടക്കം എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്യണമായിരുന്നു. ഇനി ഈ എയർബെഡിൻ്റെ എയർ കളഞ്ഞ് സെറ്റാക്കിക്കേണ്ട ഇതെല്ലാം ഒന്ന് ഡിക്കിയിൽ ഒതുക്കിക്കേണ്ട നമ്മൾ ഒരു വണ്ടിയിലേക്കും ട്രാവൽ ചെയ്യണത്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട് നമുക്ക് സർവീസ് സെൻറ്ററിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇത്ര നേരം കയറ്റിയ സാധനങ്ങൾ കണ്ടാൽ നിങ്ങളുടെ കിളി പോവും. ഇങ്ങോട്ടാട്ടോ വഴി. അളിയൻ്റെ കാല് കയറിയ സീനാണ്. പക്ഷെ നമുക്ക് സൗകര്യം കിട്ടിയത് 2nd ഫ്ലോറിലായിരുന്നു. ഇതുകൊണ്ടാ എല്ലാം ഭയങ്കര രസമാട്ടോ ഇങ്ങോട്ട് കയറുന്നതൊക്കെ. അയ്യോ, ഞങ്ങൾ ഫുൾ ലഗേജ് മുകളിൽ കയറ്റി. നമുക്കിവിടെ കിച്ചൺ ഉണ്ട്, എല്ലാ സൗകര്യവും നമുക്കുണ്ട്. ഇതുണ്ടാ ചെരുപ്പൊക്കെ നമുക്ക് ഇവിടെ ഊരിയിടണം. അതിന് ശേഷമാണ് ഇത് ഇവിടെയൊക്കെ റൂംസൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ വീട് തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ലക്കായിപ്പോയി 2 ദിവസം കൊണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് ഓടാനുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മൾ സെറ്റാക്കും. ഇവിടെ കയറി വരുമ്പോൾ ഒരു വാഷ് ബേസിനുണ്ട്. ചത്ത് കൈസ്. അയ്യോ സാറാ, ഇന്ന് സാറേനെ എടുത്ത് പഠിപ്പിക്കാനൊക്കെ പോണേട്ടെന്ന്. അകത്തോട്ട് കയറണം. മുമ്പ് ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ കിച്ചൺ ഐറ്റംസ് സാധനങ്ങളെല്ലാം അരി എല്ലാം ഇവിടെ സെറ്റാക്കിയുണ്ട്. ആ പറ്റൂ, അടിപൊളി കിച്ചൺ. വീട് പോലെ തന്നെ കണ്ടോളാൻ പറഞ്ഞു. അയ്യോ എണ്ണ ഉണ്ടാ ഇങ്ങനെ ആയിപ്പോട്ടാ, ഐസായിപ്പോയി. ഇനി അടുത്തൊക്കെ കാണിച്ചിട്ട് വരാവേ.
കിച്ചൻ്റെ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞ വായിച്ചിട്ടൊക്കെ ചെയ്യുക കേട്ടോ. ക്ലീനൊക്കെ ആക്കി ഇടണം. ഓക്കെ, ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ട്, പിന്നെ പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ട്. ഒന്നുമില്ല, ഒന്നും തുറക്കരുത്. അപ്പോൾ അതൊന്നും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇതിൻ്റെ മുകളിൽ നല്ല ചുട്ടു പൊള്ളുന്ന വെയിലത്ത് കൊണ്ട് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ടെറസ് ഉണ്ട്, അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയ സാധനങ്ങളാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഇറക്കിയ സാധനമാണ്. അല്ലെ എൻ്റെ കാലവിടെ ഈ സൂപ്പർ കാലാണല്ലോ. ഇതിൻ്റെ ഐഫോണിൽ കാണാൻ ഇന്നലും വെളുപ്പുണ്ടട്ടാ, വെളുത്തിരിക്കണല്ലോ എൻ്റെ കാല്. അപ്പോൾ ഈ സൈഡാട്ടാ ചേച്ചി. മറ്റേ കിട്ടിയില്ല ബാൻഡേജ്, ഇത് മതി. ആ ഓക്കെ, ഈ സൈഡിൽ കണ്ട നീര് വന്നേക്കണ. അപ്പൊ നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതെ, 2-3 ദിവസമായി പറയണ റെസ്റ്റ് എടുക്കണമെന്ന്. അതെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ 2 ദിവസം ഈ വീട്ടിലായിരിക്കും. ഇതായിരിക്കും ഞങ്ങൾ 2 ദിവസം ഞങ്ങളുടെ വീട്. അത് രസമുണ്ടോ, ഹോട്ടൽ റൂം പോലെയൊന്നുമല്ല. പിന്നെ ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയ സാധനങ്ങളാണ്. നിങ്ങൾ കണ്ടോ, ഇതൊന്നും അല്ല കേട്ടാ. ഞാൻ അപ്പുറത്തിരിക്കണ്ടേ, ഇത് കണ്ട, ഇത് മൊത്തം നമ്മൾ 2 വണ്ടിയിൽ നിന്ന് ഇറക്കിയ കുറച്ച് സാധനങ്ങളാണ്. ഇത് കണ്ട, ഇതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ അലക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഭയങ്കര രസമല്ലേ നമുക്കിങ്ങനെ ഒരു സോഫയും കാര്യങ്ങളും. ഇവിടെ എനിക്കും കൊച്ചിനും കിടക്കാനുള്ള സ്ഥലം, ഞങ്ങൾക്ക് കുഞ്ഞു ബെഡ് മതി. പിന്നെ അവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അവിടെ മറ്റേ പ്രാവ് വന്നിരിക്കണോണ്ട് തുറക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നല്ലൊരു നീറ്റായിട്ടുള്ള വാഷ്റൂമും കേട്ടോ, അടിപൊളി. അപ്പോൾ നല്ലൊരു ബാത്റൂമും കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. ആ, എങ്ങനെയുണ്ട് സാറാ നമ്മളെ സ്ഥലം? നോയിട്ടാ? അതെ, പഠിത്തമാണ്. വീട്ടിലെത്തി നമ്മൾ. ഇത് നമ്മുടെ വീടാണ്. 2 ദിവസം, ഇനി 2 ദിവസം സാറാമോള് പഠിക്കാൻ പോവാണ്. ടീച്ചേഴ്സ്, സാറാമോളുടെ ടീച്ചേഴ്സ് എല്ലാം വീഡിയോ ആണ്, ശ്രദ്ധിക്കുക. നല്ല കൊച്ചാണ് സാറാമോൾ. ഇനി പഠിക്കാൻ പോവാണ്. ഇനി 2 ദിവസം പഠിക്കും. ചേച്ചി പഠിപ്പിക്കോ എന്നെ? ഇങ്ങനെ പറയല്ലേടി. ഇവൻ രാത്രി ഉറക്കമൊന്നുമില്ല. ഇവൻ പഠിക്കണമെന്നും പറഞ്ഞ് നടക്കണേ രാത്രിയൊക്കെ. എൻ്റെ അമ്മേ, അതെ ആയിരുന്നു, മറന്നുപോയി. അപ്പൊ നമ്മള് ഇതാ കുക്ക് ചെയ്യാൻ പോണ്. നമ്മൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. നമുക്കിന്ന് കറി ഉണ്ടാക്കാൻ സമയമില്ല. നമ്മളിപ്പോ വന്നതേ ഉള്ളൂ. ഇനി അലക്കാണ്ട് കുറെ ഉണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ ടേസ്റ്റി നൂഡിൽസിന്റെ ബീഫ് കറി, നല്ല പോത്തിറച്ചിയുണ്ട്. പിന്നെ നല്ല ഫിഷ് മാംഗോ കറി ഉണ്ട്. അതേപോലെ നല്ല കപ്പപ്പുഴുക്കും ഉണ്ട്. പിന്നെ വീണ്ടും മീൻകറി. ഇത് കിട്ടിയിട്ട് ഞങ്ങൾ ചോറും കൂടി പിടിക്കും. നമ്മുടെ അച്ചാറുകളും ഹാപ്പി പിടിക്കും നമ്മള്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ചേട്ടായിക്ക് സർവീസ് സെന്ററിൽ പോവാൻ. പോയി വരുമ്പോൾ ചിക്കൻ മേടിച്ചോണ്ട് വരണം. ഓക്കെ, നമുക്ക് രാത്രിയിലേക്ക് ചിക്കൻ കറി ഒക്കെ നല്ല സാലഡൊക്കെ കൂട്ടി നമുക്കൊരു പെട്ടി പിടിക്കണം. ഇവിടെ ഓൾറെഡി പാത്രങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ കുക്കർ എടുത്തുള്ളൂ. കുക്കർ ഇല്ലായിരുന്നു. കുക്കർ മാത്രം എടുത്തുള്ളൂ പാത്രം. ബാക്കിയുള്ള ഇവിടെ ഉള്ളത് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളെ പഠിക്കാൻ ചെല്ലും അമ്മ അവിടെ പോണേ ചേച്ചി. ടാറ്റാ. കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നോട്ടെ, ഇതെന്താണ് ഈ മീൻകറി? ബീഫ് അവിടെ? ബീഫാണ് ഈ കുഞ്ഞ്. ഞാൻ അവരുടെ ഇതില് 250 രൂപ ബീഫ് കറി മേടിച്ചു. 4 പീസ് എൻ്റെ എല്ലാവർക്കും ഓരോന്നും ചോറ് ചോറേ. ഫുഡ് കഴിച്ചിട്ട് എന്തായാലും സർവീസ് സെന്ററിൽ പോകാന്ന് വെച്ചാൽ നമ്മൾ അകത്തോട്ടൊന്നും ഫുഡ് കയറ്റാനുള്ള അത്രയും ഭംഗിയായിട്ടാണ് അവരെല്ലാം അടിപൊളിയാക്കി ഇട്ടേക്കണത്. നമുക്ക് ഇവിടെ പുറത്ത് നിന്ന് ഫുഡൊക്കെ കഴിക്കാം. അല്ലേ, ടേസ്റ്റ് എങ്ങനെ ഉണ്ടല്ലേ? ക്വാണ്ടിറ്റി കുറവായി പോയതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ. കോസ്റ്റിനുള്ള ക്വാണ്ടിറ്റി ഇല്ല. പിന്നെ അവരെനിക്ക് തോന്നുന്നു കോസ്റ്റ്, ഇത്രയും കോസ്റ്റ് അവർ ഇത് ചെയ്യണതേ അങ്ങനെ ചീത്താവാതിരിക്കുന്ന ഒരു സാധനം, പ്രൊഡക്റ്റ് എന്നുള്ള സാധനത്തിന് ഒരു വാല്യൂ ചെയ്തായിട്ടാണ് ഇത്രയും കോസ്റ്റ് അവർ വെക്കണത്. എത്ര ആള് വരെ ഇത് ചീത്താവാതിരിക്കും? ഓ വേണ്ട, ഫ്രഷ് ആപ്പിളാട്ടോ. ഓക്കെ, ആയി മലയാളി. ഞങ്ങൾക്ക് കൂടെ മലയാളി കിട്ടി. മലയാളികളെ എവിടെ ചെന്നാലും ഭയങ്കര പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ ഇവിടെ മലയാളിയൊക്കെ ഉണ്ട്. നമ്മൾ ലാൽ ചോക്കിലേക്ക് നടക്കാനിറങ്ങിയതാണ്. വണ്ടിയായിട്ട് ഇറങ്ങിയതാണ്. ജസ്റ്റ് ഇവിടെ നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയാണ്. ആപ്പിളിനൊക്കെ 100 രൂപയ്ക്ക് 2.5 കിലോ കേട്ടോ. കുഞ്ഞാ കടയൊക്കെ അടിച്ചു പോയല്ലോ. 2.5 കിലോ 100.
അത് വിത്ത് ഇലയൊക്കെയുള്ള സാധനം പറിച്ചെടുത്തേക്കുന്ന സാധനങ്ങള്. ഒടുക്കത്തെ ടേസ്റ്റ് അല്ലേ, ഭയങ്കര ടേസ്റ്റാ. നമ്മുടെ അവിടുത്തെ ഗ്രീൻ ആപ്പിളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും, ഇവിടെ ഭയങ്കര ടേസ്റ്റ് ആട്ടാ. വണ്ടി ഇവിടെ ഇട്ടാ, നമുക്ക് ഇനി ഇവിടെ ഉള്ള കടയിലൊക്കെ നമുക്ക് നോക്കി നടക്കാം. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, എനിക്കൊരു ചപ്പലൊക്കെ വാങ്ങിക്കണം. എല്ലാ കട അടക്കണേണ്ട, ഫുൾ ആർമിക്കാർ നടക്കണേണ് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി. അതാണ് എല്ലാവരും ധൃതി പിടിക്കണം ഷോപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി. ഞങ്ങളവിടെ നിന്ന് നൈസായിട്ട് വണ്ടി മാറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടു. നോക്കിയപ്പോഴത്തേക്കും ഇവിടെ കുറേ പേരൊക്കെ നടക്കണുണ്ട്, ഇരിക്കുന്നുണ്ട്, സ്കേറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സേറാമോളെ കൊണ്ട് വേവ് ബോർഡൊക്കെ ഇവിടെ സ്കേറ്റ് ചെയ്യിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഇത് ഇവിടെ ഒരു ക്ലോക്ക് ടവർ കണ്ടിട്ടോ, നല്ല രസമായിട്ടോ. ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടേക്കണോണ്ട് എന്തായാലും ഒന്ന് നിർത്തണം എന്ന് തോന്നി, എനിക്ക് 2 ഫോട്ടോ എടുക്കണം എന്ന് തോന്നി. കുഴപ്പമില്ല, പക്ഷെ സ്ട്രീറ്റിലെല്ലാവരും അടച്ചടച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടാ. ഓ വേണ്ട, നല്ല രസമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊക്കെ ഉണ്ട്. നമ്മള് വേവ് ബോർഡാണ് ഓടിക്കാൻ പോകുന്നത്. കുറെ ആർമി ഓഫീസേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്, അവരുടെ ഫ്രണ്ടിൽ കൂടെയാണ് സാറാ പരിപാടി തുടങ്ങുവാണ്. വേറൊക്കെ ഭയങ്കര സന്തോഷം പെട്ടെന്ന്. ആ കൊച്ചു കുറച്ച് ദിവസം കേട്ടാ വേവ് ചെയ്തിട്ട്. ഇവിടെയൊക്കെ ആർമി ഓഫീസേഴ്സ് ഒക്കെ ഇരിക്കുവാണ്. നോക്കുന്നുണ്ട്. പൊളിയോട് പൊളി.